ചാണ്ടിമോൻ സിംപ്ലനാകാൻ കാട്ടുന്ന ഊളത്തരങ്ങൾ നോക്കണേ. രാവിലെ MLA ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ തലസ്ഥാനത്തെത്തിയതാണ്. കോട്ടയത്ത് നിന്ന് ഇന്നോവ കാറും പിടിച്ച് നേരെ തലസ്ഥാനത്തെത്തി. എന്നിട്ട് നാട്ടുകാരുടെ മുന്നിൽ സിംപ്ലനാകണമല്ലോ. അങ്ങനെ സിംപ്ലനായിട്ട് ഒരു മന്ത്രിസ്ഥാനവും കൂടി ഒപ്പിച്ചെടുക്കണമല്ലോ. അതിനുവേണ്ടി ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് കാട്ടുന്ന കോപ്രായം നോക്കി. ഈ ബാറ്ററിയിൽ ഓടുന്ന സൈക്കിളുണ്ട്, ഈ സൈക്കിൾ. ആ സൈക്കിളും എടുത്ത് കുറച്ച് ആൾക്കാരെ വിളിച്ചു കൂട്ടി പെട്രോളും അടിച്ച് രാവിലെ 8 മണിക്ക്, അതായത് പീക്ക് ടൈമിൽ ജനങ്ങൾക്ക് ഓഫീസിൽ പോകേണ്ട സന്ദർഭങ്ങളിൽ അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ചെയ്ത പ്രവർത്തനം നോക്കിയേ. ഇതിനെയൊക്കെ എന്ത് സിമ്പിളാണ്. അതായത് ഈ അപ്പുക്കുട്ട നീ ഓവറാക്കി ചളമാക്കല്ലേ എന്ന് പറയുന്ന പോലെ വിജയ് തമിഴ്നാട്ടിലൊന്ന് സൈക്കിൾ ചവിട്ടിയപ്പോൾ വലിയ സ്വീകാര്യത കിട്ടി. ഉടനടി ഒരു സൈക്കിളും എടുത്തുകൊണ്ട് ഞാൻ ഏറ്റവും സിമ്പിൾ ജനപ്രതിനിധിയാണ്, അപ്പാര മോനാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഇമാതിരി കോപ്രായങ്ങൾ കാട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതെന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? ഒരു വ്യക്തി ആത്മാർത്ഥത കൊണ്ടല്ല, അയാൾ അഖില ലോക ഉഡായിപ്പാണ്. ജനങ്ങളുടെ മുന്നിൽ എങ്ങനെയോ അഭിനയിച്ച് എൻ്റെ കാര്യങ്ങളെല്ലാം നേടിയെടുക്കണം. അതിനു വേണ്ടി ചെയ്ത ഈ പ്രവർത്തനങ്ങളെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നുണ്ട്? ഒന്ന് നോക്കി. ഓ അടിപൊളി. ഇവിടെ ഫ്രണ്ട് വരാൻ കുഴപ്പമില്ല. സ്കൂട്ടർ മണിക്കൂട്ടാ മണിക്കൂട്ടാ നമുക്ക് പറഞ്ഞു പോവാം. നമുക്ക് പറഞ്ഞു ഓൺ അടിക്കണ്ടാണ്.
പറഞ്ഞാലും കേൾക്കുമോ കൂടെ പോട്ടെ വണ്ടി കാണണ്ടേ ആളെ കണ്ടില്ലേ? അതിൽ ഒരു ദൃശ്യം നോക്കിയേ. മുന്നേ പോകുന്ന ക്യാമറക്കാരോട് എങ്ങോട്ടാണ് ഞാൻ പോകാൻ പോകുന്ന ഡയറക്ഷൻ കൊടുക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒറ്റയ്ക്ക് ചെയ്താലും വേണ്ടില്ല. ഇത് ഒരു ആൾക്കൂട്ടമായിട്ട് വരികയാണ്. എന്താണ്? നാട്ടുകാരുടെ മുന്നിൽ കാണിക്കണം. ഈ ഷോ ഓഫും പ്രകടനവുമാണല്ലോ വളരാനുള്ള എളുപ്പ വഴി. രാഷ്ട്രീയത്തിലെ ഏക പാരമ്പര്യം അപ്പന്റെ തഴമ്പ് മാത്രമാണ്. പിന്നെ കോട്ടയത്തെ സഭയും. അതും രണ്ടും വെച്ചിട്ട് വരുംകാലത്തിൽ ഒരു മുഖ്യമന്ത്രി കസേരയിലേക്കൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ പല നാടകങ്ങൾ കളിക്കണം. ആ നാടകങ്ങൾക്ക് വേണ്ടി ക്യാമറകളെ ഓൺ ചെയ്ത് വെച്ച് നാട്ടുകാരുടെ മുന്നിൽ വിദഗ്ധമായി അഭിനയിക്കണം. എന്നിട്ട് കുറച്ച് ചാനലുകാരുടെ രൂപത്തിലിരിക്കുന്ന കോൺഗ്രസ്സുകാരുണ്ട്. ഇവരെ കൊണ്ട് അയ്യോ എത്ര സിമ്പിളാണ്, അയ്യോ ഇങ്ങനത്തെ രാഷ്ട്രീയക്കാരാണ് വേണ്ടത് എന്ന് വാഴ്ത്തി പാടിക്കണം. ഇതിനു വേണ്ടി ജനങ്ങൾ എത്ര സമയം ബുദ്ധിമുട്ടിയെന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് ബേക്കറി ജംഗ്ഷന് സമീപത്ത് നിന്നാണ് ഈ കോപ്രായം ആരംഭിച്ചത്. എന്നിട്ട് പാളയം പോലെ ഏറ്റവും പീക്ക് ടൈമിൽ സെക്രട്ടേറിയറ്റിലും നിയമസഭയിലും മറ്റ് സർക്കാർ ഓഫീസുകളിലേക്കൊക്കെ വരുന്നവരെ മുഴുവൻ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ദേശീയപാതയിലൂടെ കടന്നു പോവുകയാണ്. ദേശീയപാതയൊക്കെ ഇങ്ങനെ ഒരു അറിയിപ്പ് കൊടുക്കാതെ ജനങ്ങളെ തടസ്സപ്പെടുത്തുന്നത് എന്ത് തരം ജനാധിപത്യ ബോധമാണ്? ഇങ്ങനെ കുറെ ഉടായ്പകൾ കാണിച്ച് ചാനലുകളിൽ വാർത്ത വരുത്തി ഒരു വലിയ നേതാവാകാൻ കാണിക്കുന്ന ഈ കുറുക്കു വഴികളും ഈ തട്ടിപ്പ് പരിപാടിയൊക്കെ ജനം തിരിച്ചറിയേണ്ടതുണ്ട്. ഒരുപാട് സിമ്പിൾ ആകാനായിട്ട് ഷോകൾ കാണിക്കേണ്ട കാര്യമില്ല. കോട്ടയത്തും പുതുപ്പള്ളിയിലും നടത്തും പോലെ ഇന്ന് തലസ്ഥാനത്ത് വന്നിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ആലോചിക്കുക. ആ സൈക്കിൾ എങ്ങനെ ആയിരിക്കും കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരം വരെ വന്നിട്ടുണ്ടാവുക? ഈ പറയുന്ന മുതല് ചവിട്ടി വന്നോ? ഇല്ലല്ലോ. അപ്പോ വാഹനം പിടിച്ച് അത് ഇവിടെ കൊണ്ടുവരാൻ പണമുണ്ട്. എന്നിട്ട് കാറിൽ പെട്രോൾ അടിച്ചു പോകാൻ പണമില്ലത്രേ. കൂടെ ഉള്ളവർക്ക് പെട്രോൾ അടിക്കാൻ കൊടുക്കുന്ന പണം മാത്രം മതി. ഒപ്പം ആ ക്യാമറകൾക്ക് കൊടുത്തതിന്റെ 4% പണം വേണ്ട. ആ കാറിൽ ഇത്രയും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ മര്യാദയ്ക്ക് പോയി സത്യപ്രതിജ്ഞ ചെയ്യാൻ. ആ സത്യപ്രതിജ്ഞ പോലും ഒരു ഷോ ഓഫ് ആക്കി മന്ത്രിസ്ഥാനം കിട്ടാത്തതിന് മറ്റൊരു സമ്മർദ്ദ തന്ത്രം ഉണ്ടാക്കാൻ വേണ്ടി ഇമാതിരി പത്ര ഫോട്ടോഷൂട്ടുകൾക്കും ക്യാമറ ഫോട്ടോഷൂട്ടുകൾക്കും നടത്തുന്ന പ്രവർത്തനം ജനമൊന്ന് മനസ്സിലാക്കണം. അടിമുടി ഉടായ്പാണ്. എങ്ങനെയൊക്കെ ജനങ്ങളുടെ മുന്നിൽ അഭിനയിക്കാം, അവരിലേക്ക് കൃത്രിമമായിട്ട് സിമ്പിളനാണെന്നുള്ള ഒരു ഫാൻസുകാരെ ഉണ്ടാക്കിയെടുക്കുക, തോന്നൽ ഉണ്ടാക്കിയെടുക്കുക. അതിനുള്ള ഈ ഉടായ്പിനെയൊന്നും ഒരു കാലത്തും വച്ചു പൊറുപ്പിക്കാൻ പാടില്ല തന്നെ.